നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. ഓരോ മാച്ച് വീക്കിന് മുമ്പും നമ്മൾ പ്രിഡിക്ഷൻസ് നടത്താറുണ്ട്. യൂത പ്രീമിയർ ലീഗിലെ മാച്ച് വീക്ക് 9 ആരംഭിക്കുകയാണ്. അപ്പോൾ പ്രവചന സിംഹമോ അതോ മാൻഡ്രേക്കോ എന്ന് പറഞ്ഞുകൊണ്ട് എല്ലാ മാച്ച് വീക്കിന് മുമ്പും നമ്മൾ പ്രിഡിക്ഷൻ നടത്താറുണ്ട്. പക്ഷേ ഇത് കളിയുടെ ഒരു ആവേശത്തിലും കഴിഞ്ഞ കളികളിൽ സംഭവിച്ച കാര്യങ്ങളും ടീമിൻ്റെ ഫോമും ഒക്കെ വെച്ചുകൊണ്ട് കളിയുടെ ആവേശത്തിലങ്ങ് നടത്തുന്ന ഒരു പ്രഡിക്ഷനാണ്. അത് തന്നെ 90 മിനിറ്റ് കളിക്കളത്തിൽ സംഭവിച്ചു കൊള്ളണമെന്നില്ല. അപ്പോൾ ഈ പ്രഡിക്ഷനുകൾക്കൊക്കെ എന്ത് സംഭവിച്ചു എന്നത് പരിശോധിച്ചുകൊണ്ട് നമ്മൾ കളി കഴിഞ്ഞതിന് ശേഷം വീണ്ടും ഒരു വീഡിയോയും ചെയ്യാറുണ്ട്. റാഫ് ടോക്സ് സ്ഥിരമായിട്ട് ഫോളോ ചെയ്യുന്ന എല്ലാവർക്കും അറിയാം. അപ്പോൾ പ്രീമിയർ ലീഗിൻ്റെ മാച്ച് വീക്ക് 9 പ്രഡിക്ഷനിലേക്ക് കടക്കുകയാണ്. അതിനു മുമ്പ് നിലവിലെ ഒരു സ്റ്റാൻഡിങ്സ് ഒക്കെ നോക്കാം. ഇപ്പോൾ ആഴ്സണലാണ് ഒന്നാമത്, 8 കളി 19 പോയിൻ്റ്. അവർ കുതിക്കുകയാണ്. സിറ്റി 16 പോയിൻറ്റുമായിട്ട് 2ാം സ്ഥാനത്തേക്ക് വന്നിട്ടുണ്ട്. ലിവർപൂളിന് 15 പോയിൻറ്റ് 3ാം സ്ഥാനത്ത്, ബേൺമൗത്തിനും 15 പോയിൻറ്റ്, അവരും ആ സ്ഥാനത്ത് നിൽക്കുന്നു. ചെൽസിക്ക് 14 പോയിൻ്റാണ്, ചെൽസി 5ാം സ്ഥാനത്താണ്. ടോട്ടനാമിനും 14 പോയിൻ്റാണ്, അവർ 6ാം സ്ഥാനത്ത്. സണ്ടർലൻഡിന് 14 പോയിൻറ്റ്, അവർ 7ാം സ്ഥാനത്താണ്. യുണൈറ്റഡ് ഇപ്പോൾ 13 പോയിൻറ്റുമായിട്ട് 9ാം സ്ഥാനത്ത് നിൽക്കുന്നു. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് സ്റ്റാൻഡിങ്സ്. ഇനി ഓരോ കളിയും നമുക്കൊന്ന് പരിശോധിക്കാം, ഏതൊക്കെ ടീമുകൾ ആരോടൊക്കെ ഏറ്റുമുട്ടുന്നു. അപ്പോൾ അതിൽ നമ്മുടെ പ്രഡിക്ഷൻ എന്താണ്? അപ്പോൾ ഇന്ന് രാത്രി തന്നെ കളിയുണ്ടല്ലോ. ഇന്ന് രാത്രി ഇന്ത്യൻ സമയം 12:30 മാച്ച് വീക്ക് 9 ആദ്യ മത്സരം. ലീഡ്സ് യുണൈറ്റഡ് വെസ്റ്റാമുമായിട്ട് ഏറ്റുമുട്ടുകയാണ്. ലീഡ്സിൻ്റെ മൈതാനത്താണ് ആ ഒരു കളി നടക്കുന്നത്. അപ്പോൾ നമ്മൾ പ്രതീക്ഷിക്കുന്നത്, നമ്മുടെ പ്രഡിക്ഷൻ, ഈ കളി 2-1 ലീഡ്സ് യുണൈറ്റഡ് വിജയിക്കുമെന്നാണ്. അടുത്ത കളി ചെൽസിയും സണ്ടർലൻഡും തമ്മിലുള്ള കളിയാണ്. നമുക്കത് നാളെ രാത്രി ഇന്ത്യൻ സമയം 7:30. 7:30 2 കളികളുണ്ട്. അതിൽ ആദ്യത്തെ കളി, നമ്മൾ എടുക്കുന്ന കളി ചെൽസി വേഴ്സസ് സണ്ടർലൻഡ് പോരാട്ടമാണ്. സോ ചെൽസി ഇപ്പോൾ നല്ല രൂപത്തിൽ തന്നെ മുന്നോട്ട് പോകുന്നുണ്ട്. എസ്റ്റവായോ വില്ലിനൊക്കെ മികവ് കാണിക്കുന്നു. എൻസോ ഫെർണാണ്ടസും മറ്റുള്ളവരൊക്കെ നല്ല പ്രകടനം നടത്തുന്നൊരു സമയമാണ്. അതുകൊണ്ട് തന്നെ ചെൽസി സണ്ടർലൻഡിനെ ഏകപക്ഷീയമായ 2 ഗോളുകൾക്ക് പരാജയപ്പെടുത്തുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. ഇതേ സമയത്ത് തന്നെ നടക്കുന്ന കളിയാണ് ന്യൂക്യാസിൽ യുണൈറ്റഡ് വേഴ്സസ് ഫുൾഹാം പോരാട്ടം. നമ്മുടെ ഒരു പ്രഡിക്ഷൻ ന്യൂക്യാസിൽ ഏകപക്ഷീയമായ 1 ഗോളിന് വിജയിക്കുമെന്നാണ്. അടുത്ത മത്സരം രാത്രി 10 മണിക്കുള്ള മത്സരമാണ്. നാളെ രാത്രി 10 മണിക്ക് മാഞ്ചസ്റ്റർ യുണൈറ്റഡ് ബ്രൈറ്റണുമായിട്ട് കളിക്കുന്നു. റൂബൻ അമോറിമിൻ്റെ ടീമിന് ഇപ്പോൾ വലിയ പ്രതീക്ഷയുണ്ട്. പ്രത്യേകിച്ച് കഴിഞ്ഞ കളിയിൽ അവരുടെ വിജയമൊക്കെ വലിയ ആവേശം അവർക്ക് കൊടുക്കുന്നുണ്ട്. സോ നമ്മുടെ ഒരു പ്രഡിക്ഷൻ, ഈ കളി മാഞ്ചസ്റ്റർ യുണൈറ്റഡ് വിജയിക്കുമെന്ന് തന്നെയാണ്. 3-3 ഗോളുകൾക്ക് മാഞ്ചസ്റ്റർ യുണൈറ്റഡ് വിജയിച്ച് കയറും. ഇനി നോക്കുക ലിവർപൂളിൻ്റെ കാര്യം. ലിവർപൂൾ കഴിഞ്ഞ കുറച്ച് മത്സരങ്ങൾ പരാജയപ്പെട്ടെങ്കിലും ഇപ്പോൾ UCL മികച്ചൊരു വിജയത്തോടു കൂടി തിരികെ വന്നിട്ടുണ്ട്. ഇപ്പോൾ ബ്രെൻഫോർഡാണ് അവരുടെ എതിരാളികളായിട്ട് കളിക്കാൻ ഇറങ്ങുന്നത്. നാളെ രാത്രി 12:30 എന്ന് പറയുമ്പോൾ സാങ്കേതികമായിട്ട് ഞായറാഴ്ച പുലർച്ചെ 12:30 കളി. ബ്രെൻഫോർഡിൻ്റെ മൈതാനത്താണ് ആ കളി. ലിവർപൂൾ ഇപ്പോൾ അവരുടെ ഫോം തിരികെ പിടിച്ചു എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഏതായാലും കളി 3-1 ലിവർപൂൾ വിജയിക്കുമെന്നാണ് നമ്മുടെ പ്രഡിക്ഷൻ. ഇനി അടുത്ത കളിയിലേക്ക് പോവുകയാണെങ്കിൽ ആഴ്സണലിൻ്റെ കളിയാണ്. ആഴ്സണൽ ഞായറാഴ്ച രാത്രി 7:30 കളിക്കുന്നത്. ഒരു പിടി മത്സരങ്ങൾ ആ സമയത്ത് നടക്കുന്നുണ്ട്. സോ ആഴ്സണൽ വേഴ്സസ് ക്രിസ്റ്റൽ പാലസ് പോരാട്ടം. ആഴ്സണൽ ഇപ്പോൾ മിന്നും ഫോമിൽ കളിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സമയമാണ്. സോ അത് തുടരുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഏകപക്ഷീയമായ 2 ഗോളുകളുടെ വിജയമാണ് നമ്മൾ ആഴ്സണലിൻ്റെ കാര്യത്തിൽ പ്രതീക്ഷിക്കുന്നത്. അതേ സമയത്ത് തന്നെ നടക്കുന്ന കളിയാണ് ആസ്റ്റൺ വില്ലയും മാഞ്ചസ്റ്റർ സിറ്റിയും തമ്മിലുള്ള കളി. അതായത് സൺഡേ ഞായറാഴ്ച 7:30 മത്സരം. ഇപ്പോൾ സിറ്റി നമുക്കറിയാമല്ലോ, ഹാലൻഡൊക്കെ ഗോളടിച്ച് കൂട്ടി തകർപ്പൻ പ്രകടനവുമായിട്ട് പോകുന്നു. അവർ വിജയിക്കും ഏകപക്ഷീയമായ 2 ഗോളുകൾക്ക് എന്ന് തന്നെയാണ് നമ്മുടെ പ്രഡിക്ഷൻ. ബേൺമൗത്തും നോട്ടിംഗാമും തമ്മിൽ അതേ സമയത്ത് കളി നടക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ അവിടെ പ്രതീക്ഷിക്കുന്നത് ഏകപക്ഷീയമായ 3 ഗോളുകളുടെ വിജയം ബേൺമൗത്ത് വിജയിക്കുമെന്നാണ്. ഇതാണ് ഞായറാഴ്ച 7:30 മത്സരങ്ങൾ. ഇനി ഞായറാഴ്ച 10 മണിക്കാണ് അടുത്ത കളി. അത് എവേർട്ടനും ടോട്ടനമും തമ്മിലുള്ള കളിയാണ്. ആ മത്സരം ആര് വിജയിക്കും എന്നുള്ളൊരു പ്രഡിക്ഷൻ, ഏകപക്ഷീയമായ 2 ഗോളുകൾക്ക് എവേർട്ടൻ വിജയിക്കുമെന്നാണ്. സ്വാഭാവികമായിട്ടും നിങ്ങൾക്ക് വ്യത്യസ്തമായിട്ടുള്ള അഭിപ്രായങ്ങളും പ്രഡിക്ഷൻസും ഒക്കെ ഉണ്ടാവും. കമൻറ്റ് ബോക്സ് രേഖപ്പെടുത്താം. ആരോഗ്യകരമായ ഫുട്ബോൾ ചർച്ചകളുമായി നമുക്ക് മുന്നോട്ട് പോകാം. കളിക്ക് ശേഷം എന്താ സംഭവിച്ചത് എന്നുള്ളത് നമുക്ക് മറ്റൊരു വീഡിയോയിലൂടെ വീണ്ടും പരിശോധിക്കുകയും ചെയ്യാം. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് എത്താം.